സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റ് തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ. അതായത് നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് ഡിഗ്നിറ്റി തോന്നുന്നത്, നമുക്ക് ഇതേപോലെ മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്പേസിൽ നിന്നാൽ മതി. അല്ലാതെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യാതെ എനിക്ക് വേറെ എവിടെ പോയാലും ഞാൻ സർവൈവ് ചെയ്യും. ഏത് ജോലി ചെയ്താലും ഞാൻ നല്ലോണം ചെയ്യും. നല്ല സിനിമ വരട്ടെ, വെയിറ്റ് ചെയ്യാം, എനിക്ക് എത്ര നാൾ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ജീവിതത്തിൽ എനിക്ക് നല്ല 2 സിനിമയെ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലും ഞാൻ ഓക്കെ ആയിരിക്കും. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി കഴിയുമ്പം അടുത്ത സിനിമ എപ്പോൾ വരും, എന്ത് ബില്ല് എങ്ങനെ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. ആൻഡ് ആ സ്ട്രഗിളിങ്ങിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് നമ്മളെ പറ്റിയിട്ടൊക്കെ. ചിലപ്പോൾ ഞാൻ മുഖടിച്ച് വീഴും, ചിലപ്പോൾ എനിക്ക് പറ്റാത്തതായിരിക്കും, പക്ഷെ അത് അറിയില്ല. ടേക്ക് എന്ന് പറഞ്ഞു കമൽ സാർ. ഞാൻ പറഞ്ഞു അല്ല നോക്കണ്ടേ ഒന്ന്, ഇന്നലെ നോക്കിയില്ലേ, എന്തുണ്ട് പ്രായം, ഞാൻ എൻ്റെ ഏജ് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, പഠിക്കുന്ന കുട്ടിയുടെ പ്രായമല്ലേ ഉള്ളൂ, പെർഫോം ചെയ്യൂ. ടേക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കമൽ സാർ കള്ളത്തരം രാക്ഷസിയാണ് ഇത്, പെർഫോം ചെയ്തു. ഒരു ടേക്ക് കൂടെ ഞാൻ പറഞ്ഞു കമൽ സാർ പറഞ്ഞു ഞാൻ ചെയ്ത കൊള്ളാമോ അതൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉഗ്രനായിരുന്നു, എന്താ കൊള്ളാത്ത? അല്ലല്ല ഞാൻ പല സ്ഥലത്തും നീ ഇങ്ങനെ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നു, വായതൊന്നൊക്കെ വിളിച്ചു പറയുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ഇടുക എന്നുള്ള ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ബ്രേവാണ്. എനിക്കതൊക്കെ കാണുമ്പോൾ ചില ആക്ടേഴ്സ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ അങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവനെ ആവശ്യമുണ്ട് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ ഒഴിവാക്കാൻ നോക്കി. കാരണം ആ റോള് ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ പ്ലസ് പോയിന്റ് ആയാൽ മറ്റു ചിലരെ അത് ഹേർട്ട് ചെയ്യും. ഇപ്പോൾ ജഗതി ശ്രീകുമാർ ഒരു ആക്ടർ വന്ന് നിന്നാൽ നമ്മൾ ചിരിക്കാൻ നമ്മുടെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുക. ഏതെങ്കിലും ഒരു ഇമേജിൻ്റെ പടുകുഴി വീണ് പോയാൽ തീർന്നു കഥ. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാ അറിയോ, ഓഡീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കൾച്ചറില്ല. അതുണ്ട്, പുതുമുഖങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ഓസ്കർ വിന്നിങ് ആക്ടേഴ്സ് പോലും ചില റോൾസിന് അവർ വന്ന് ഓഡീഷൻ ചെയ്യും ആ ഡയറക്ടറിൻ്റെ കൂടെ. കാര്യം അങ്ങനെ എനിക്ക് ഓഡീഷൻ ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. ഞാൻ ഇപ്പം പുറത്തുള്ള ഇംഗ്ലീഷ് പടങ്ങളാണെങ്കിൽ ഫ്രഞ്ച് സിനിമേൻ്റെ ഒക്കെ ഓഡീഷൻ വരുമ്പോൾ ഞാൻ ഇപ്പോഴും പോയി ടെസ്റ്റ് കൊടുക്കാറുണ്ട്. സോ ഹായ് ഹലോ വിവേഴ്സ്, ദിസ് ഇസ് വിമി വിത്ത് പ്രസൻസ് അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. വി ഹാവ് ഉർവശി മമ്മൻ, പാർവതി തിരൂർ. സോ രണ്ടുപേർക്കും വെൽക്കം. താങ്ക് യു. ഈ സിനിസ്റ്റനിൽ ഫസ്റ്റ് അടിച്ച ഒരു സ്ക്രീൻ പ്ലേ, ഈ നിങ്ങൾ ഫസ്റ്റ് വായിക്കുന്നതിൽ നിന്ന് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഒരു ഉള്ളൊഴുക്കുണ്ടല്ലോ, എത്രത്തോളം മാറിയിട്ടുണ്ട്, അത് എത്രത്തോളം ഇവോൾവ് ആയിട്ടുണ്ട് ഈ സ്ക്രീൻ പ്ലേയും സിനിമയും? ഞങ്ങൾ അഭിനയിച്ച കാര്യമാണ് അത്. ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ അറിഞ്ഞ കഥയാണെങ്കിൽ പോലും സ്പോട്ടിൽ വരുമ്പോൾ പിന്നെ നമ്മൾ അതുമായിട്ട് പെർഫോം ചെയ്ത് വരുമ്പോഴല്ലേ അത് കൂടുതൽ ഇതാവുന്നത്. അബ്സല്യൂട്ട്ലി സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങുകളോട് ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻസ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീങ്ങി. പിന്നെ നമുക്കറിയാം കഥ ഇത്രയും ഒരു സംഘർഷഭരിതമായിട്ടുള്ളൊരു സംഗതിയാണ് എന്നറിയാം. അപ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നിറയെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു വീട്ടിൽ പ്രധാനമായിട്ട് നടക്കുന്നതാകുമ്പോൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ അണ്ടർപ്ലേ മുഴുവൻ ഞങ്ങൾ തങ്ങളിലാണ്. ഞങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ മുഴുവൻ. അത് പലതും പല ഇങ്ങനെ മൂഡ് മാറി 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 വരുന്നുണ്ട്. സന്തോഷം വരുന്നു, ഭയങ്കര ഇത് വരുന്നു, കുറേ കഴിയുമ്പോൾ സംശയങ്ങൾ വരുന്നു, കുറേ കഴിയുമ്പോൾ വൈരാഗ്യം വരുന്നു. ഇങ്ങനെ എല്ലാ ഇമോഷൻസും കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും സ്ക്രിപ്റ്റിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു, അത് പെർഫോം ചെയ്തപ്പോഴാണ്. ഇപ്പൊ ഈ അഞ്ജുവും ലീലാമ്മയും തമ്മിലുള്ള ഭയങ്കര കോംപ്ലക്സ് ആണെങ്കിൽ കൂടെ അവർ ഒരിക്കൽ പോലും ഈ വെർബൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഴുവനും നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ അവിടെ സംഭവിക്കുന്നത് മുഴുവൻ. അപ്പോൾ ഈ ഫസ്റ്റ് ക്രിസ്റ്റോ വന്ന് കഥ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അൺസർട്ടനിറ്റി ഉണ്ടാവുമല്ലോ. ഈ ഇത്രയും ഭയങ്കര അടി ഉണ്ടാവാൻ സാധ്യതയുള്ളിടത്തും എങ്ങനെ ഇവർ ഇമോഷണലി ഭയങ്കര കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും ഈ രണ്ട് ക്യാരക്ടേഴ്സിനുള്ളിൽ? എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള സംഭവം, സ്ക്രീൻ പ്ലേ വായിച്ച ആദ്യത്തെ തവണ എനിക്ക് നറേറ്റ് ചെയ്ത് തന്ന സമയത്ത് തന്നെ എന്തൊരു പവർഫുൾ ആയിരിക്കും ഈ 2 പേര്. ആരാ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഞാൻ യെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെച്ചു ഇത് അഭിനയിച്ച് തന്നെ ഫലിപ്പിക്കണം. ആ സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അതിങ്ങനെ കഥ പറഞ്ഞു പോകുമ്പോൾ ഡയലോഗ്സ് അവിടെ ഉണ്ട് താനും, നമ്മൾ സംസാരിക്കുന്ന പോലെ വളരെ കോൺവെർസേഷണൽ ആയിട്ടുള്ള ഡയലോഗ്സുമാണ്. സോ പക്ഷെ നമ്മൾ ആ ഗിയറിലേക്ക് വീഴുമല്ലോ, ഒരു ഗിയർ വിൽ ജസ്റ്റ് ഫോൾ ഇൻ പ്ലേസ്. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഡയലോഗ് നമ്മൾ പറയുന്നതിന് മുമ്പും ചിന്തകളുണ്ടല്ലോ, അവിടെയാണ് ആക്ച്വലി കഥ നടക്കുന്നത്. നമ്മൾ പറയുന്നതിന് മുമ്പും പിമ്പും നടക്കുന്ന ചിന്തകളിൽ കൂടെയാണ് കൂടുതലും പോകുന്നത് ഈ പ്രോസസ്സിൽ. അതാണ് തോന്നുന്നു, അതാണ് എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ ക്രിസ്റ്റോന് അതാണ് ഇഷ്ടം. ക്രിസ്റ്റോന് അതാണ് എഴുതേണ്ടിയിരുന്നത്. ഈ നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ പറയാതെ പോകുന്ന കാര്യങ്ങൾ
ഏറ്റവും പ്രത്യക്ഷമായിട്ട് അപ്രത്യക്ഷം എന്ന് വിചാരിച്ച പക്ഷെ പ്രത്യക്ഷമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കിച്ചണിലുള്ളൊരു സീൻ പോലെ ഒരു സംഭവം ഉണ്ടെങ്കിലും അവിടെ പറയാതെ പോകുന്ന വളരെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അതുണ്ട്. പക്ഷെ അത് സിനിമയിൽ അതിൻ്റെ ആ സത്ത് അങ്ങനെ പിടിച്ചിട്ട് പറയുക എന്നുള്ളത് കുറച്ച് എളുപ്പമുള്ള പരിപാടിയല്ല. സോ ഹി ഹാഡ് ദാറ്റ്. അത് സ്ക്രീൻ പ്ലേയിൽ ഉണ്ടായിരുന്നു. അത് ഈ വീടിനൊരു ലൈഫുണ്ട്. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞ അഞ്ചും വീടുന്ന ഡ്രസ്സുകൾക്ക് പോലും ഡ്രസ്സുകളുടെ കളറിന് പോലും ഭയങ്കര ലൈഫ് ഉണ്ടല്ലോ. കാരണം പ്ലസന്റ് കളേഴ്സ് ഒന്നുമില്ല അതിനകത്ത്. ഭയങ്കര പേസ്റ്റലായിട്ടുള്ള ഗ്രേസ് ആൻഡ് ബ്രൗൺ, അതൊക്കെ ഈ പറഞ്ഞ ഡീറ്റെയിലിംഗ് ആണോ ശരിക്കും പറഞ്ഞു? തീർച്ചയായിട്ടും കളർ കോമ്പിനേഷൻ നമ്മുടെ എന്താ പറയുക ഫോട്ടോ ക്യാമറാമാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ തീരുമാനിച്ചതാണ്. ഇങ്ങനെയുള്ള സോബർ കളേഴ്സ് ഈ ഒരു പാറ്റേൺ ആയിരിക്കണം, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൻ്റെ. കാരണം അഞ്ജുവിൻ്റെ ഉള്ളിൽ ഒരു ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പെൺകുട്ടിയുണ്ട്. സോ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, ആ ഒരു ലൈറ്റ് ഗ്രീൻ മിക്സ്ചർ ആയിട്ടുള്ള അങ്ങനെയുള്ള ചെറിയ സംഗതികൾ വേണം എന്നുള്ളത് ഫസ്റ്റ് അപ്പിയറൻസ് തന്നെ മനസ്സിലായിരിക്കുക. ക്യാരക്ടർ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. മറ്റേ ക്യാരക്ടർ മനസ്സിൽ അവരുടെ ഒരു 10-15 വയസ്സ് മുതലോ അങ്ങനെയൊക്കെയുള്ള അടിച്ചമർത്തപ്പെട്ട ഒരു സംഗതി കിടപ്പുണ്ട്. ഒരിക്കലും അവർക്ക് സ്വന്തമായിട്ട് പ്ലസന്റ് ആവാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഗതി അജുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഇന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ 2 പേരുടെയും മനസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് കോസ്റ്റ്യൂമിന്റെ കളേഴ്സ് ആൻഡ് അറ്റ്മോസ്ഫിയർ. നിങ്ങൾ ചോദിക്കാൻ പോകുന്ന മഴയും വെള്ളപ്പൊക്കവും ആ ലൊക്കേഷനും ആ വീടും, അങ്ങനെ ഒരു വീട്ടിൽ മാത്രം ജീവിച്ച ഒരു സ്ത്രീയാണിവർ. ഈ മഴവെള്ളപ്പൊക്കം അവർക്കൊരു ഇഷ്യൂ അല്ല. പിന്നെ ഓരോ മഴയും ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ, ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ വിചാരവികാരങ്ങളുണ്ടാക്കും. മഴയ്ക്ക് അങ്ങനെ ഒരു വലിയ സത്യമുണ്ട്. ചില മഴ നമ്മുടെ നൊസ്റ്റാൾജി ഒരു പ്രണയമായിരിക്കും, ചില മഴ എന്ന് പറയുന്നത് ഭയങ്കര നോവായിരിക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഓരോ മഴക്കാലത്തും ഇവർക്ക് ദുരിതത്തിൻ്റെ കാലമാണ്. നിലമ്മയുടെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അഞ്ജുവിനെ സംബന്ധിച്ച് ഈ ഒരു മഴക്കാലമായിരിക്കും ഞങ്ങൾ ഒരുമിച്ചുള്ള ലാസ്റ്റ് എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവൾ. അപ്പോൾ അതുകൊണ്ടാണ് പരിസരം ഒന്നും നോക്കാതിരിക്കുന്നത്. ദിസ് വിൽ ബി ദ കോമ്പിനേഷൻ ഫോർ ഫ്യൂ ഡേയ്സ്. അത് ഐ ഹാവ് ടു ഫേസ് ഇറ്റ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ എന്നുണ്ട്. അപ്പോൾ അത് വളരെ റിലേറ്റഡ് ആണ്. വെറും ഒരു വെള്ളപ്പൊക്കവും മഴവെള്ളക്കാലവും അല്ല. കുട്ടനാട്ടിൽ ഉള്ളവർക്ക് അതൊരു ഇഷ്യൂ അല്ല, അവർക്കത് യൂസ്ഡ് ആണ്. പക്ഷേ ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ ഒഴുക്കുണ്ടല്ലോ, അത് ആ വെള്ളപ്പൊക്കമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. ഇപ്പൊ ഈ പുരുഷൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഈ നല്ലൊരു സിനിമ ഉണ്ടാവുക, നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുക, പ്രൊഡ്യൂസർ ഉണ്ടാവുക, ഡയറക്ടർ ഉണ്ടാവുക, അതിനകത്ത് അഭിനയിക്കാൻ ആളെ കിട്ടാണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര വിഷമം ഉണ്ടാവുന്ന മുമ്പ് ഒരിക്കലും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു ഡയറക്ടറും ആണെങ്കിൽ ആരഭിനയിച്ചാലും ഒരു പരിധിവരെ ആ സ്ക്രിപ്റ്റിന് വേണ്ടി ഓടും. പക്ഷെ പരിചിത മുഖങ്ങളിലൂടെ, പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളിലൂടെ ആണെങ്കിൽ പറയാൻ എളുപ്പമുണ്ട് എന്നുള്ളത്, ആൾക്കാരിലേക്ക് എത്തിക്കാനൊരു എളുപ്പമുണ്ട്. ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാർ ഒരു ആക്ടർ വന്ന് നിന്നാൽ നമ്മൾ ചിരിക്കാൻ നമ്മുടെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുക. ഞാൻ ചിരിക്കാൻ റെഡിയായി. ഇപ്പോൾ ബാബു ആൻ്റണി വന്നു കുറച്ച് മുമ്പ്. ബാബുവിനെ കാണുന്ന ഈ പടത്തിനകത്ത് ബാബു ഫൈറ്റ് ചെയ്യും, ഇടിച്ചിപ്പോൾ എല്ലാവരും ശരിയാക്കി എടുക്കുക. അപ്പോൾ ഒരു ഒറിജിനൽ ഫൈറ്ററാണ്. സോ ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പം ഇങ്ങനെ, ഞാൻ ഈ സിനിമ ഫസ്റ്റ് റിജക്റ്റ് ചെയ്തതിൻ്റെ ഇത് സ്ക്രിപ്റ്റ് കൊണ്ടല്ല, എന്നെ കാണാൻ പ്ലസൻ്റായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമാണ്. അതിനിടയ്ക്കെങ്ങാനും ഒന്ന് കരയാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കുറേ വർഷങ്ങളായിട്ട് എന്നെ ആരും അതിൽ നിന്നും മാറ്റി കാണേണ്ട താല്പര്യപ്പെടുന്നില്ല. ഞാൻ ആ റീസണാണ് പറഞ്ഞത്. ക്രിസ്റ്റോ പ്ലീസ്, എന്നെ ഇങ്ങനെ കാണാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈവൻ ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് റോൾ ഐ വിൽ ഡു, ബട്ട് നോട്ട് ഇങ്ങനെ കൂടുതൽ ഇമോട്ട് ചെയ്യുന്നത് വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു ഇപ്പം ചോദിച്ച ചോദ്യം പിന്നെ ആർട്ടിസ്റ്റുകൾ നല്ലവരെ കിട്ടിയില്ല എന്നുള്ള, അതൊരു ഡയറക്ടറുടെ ഒരു എന്താ പറയുക, ഒരു റൈറ്ററുടെയും പെർസ്പെക്റ്റീവാണ്. അങ്ങനെ വേണം എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഇപ്പം തിലകനങ്ങൾ റോള് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് വളരെ പെട്ടെന്ന് ആ ക്യാരക്ടർ അബ്സോർവ് ചെയ്യും. ഫസ്റ്റ് സീനിൽ തന്നെ നമ്മളിതാവും. ഒരു പുതിയ ആക്ടർ വരുമ്പോൾ ആ ആക്ടർ എന്തൊക്കെ ചെയ്യുന്നു നോക്കിയിട്ട് ആക്ടറുടെ വിലയിരുത്തും എന്തായിരിക്കും. പിന്നെ ചില ക്യാരക്ടേഴ്സിന് പുതിയവർ തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് മനസ്സിലാക്കരുത്, ഇവരെന്തുതരം ക്യാരക്ടർ ചെയ്യുമെന്ന് മനസ്സിലാക്കരുത്. ഞാൻ എപ്പോഴും ആ ഇമേജ് നിൽക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഇവർ കോമഡി ആയിരിക്കുമോ ഈ പടത്തിൽ, നെഗറ്റീവ് ആയിരിക്കുമോ, വില്ലത്തി ആയിരിക്കുമോ,
ഗസ്റ്റ് റോളാണോ എന്ന് ചിന്തിക്കാതിരിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു ഇമേജിൻ്റെ പടുകുഴി വീണ് പോയാൽ തീർന്നു കഥ. ഈ അച്ഛൻ്റെ അമ്മയൊക്കെ ചെയ്ത റിപ്പീറ്റഡ്ലി വന്നു. ഞാനതുകൊണ്ടാണല്ലോ വരും 5-6 പടം ചെയ്യും, റിപ്പീറ്റ് ചെയ്യുന്നു തോന്നി കഴിയുമ്പോൾ അപ്പോഴേ സ്ഥലം വിടും, പിന്നെയും വരും, കുറച്ച് അവിടെയായിട്ട് വന്നിട്ട് വീണ്ടും അതേപോലെ വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ തൽക്കാലം ചെയ്യുന്നില്ല, അവിടെ പോയി പടം ചെയ്യും. സോ അങ്ങനെ ഉണ്ടോ തോന്നാറുണ്ടോ അങ്ങനെ ഈ പറഞ്ഞ റിപ്പീറ്റഡ്ലി ആ സെയിം ആർക്കിൽ വരുന്ന റോളുകൾ വരും അങ്ങനെ? അതങ്ങനെയാണ്. അത് ഒരു തമിഴിൽ പഴക്കം എന്ന് പറയുന്നത് ഒരു ശീലം പോലെ ആവും അത്. പക്ഷേ അത് ചേഞ്ച് ചെയ്യണം. ഞാൻ വിചാരിക്കുകയായിരുന്നു ഇതിപ്പോൾ നേരത്തെ നമുക്ക് പറയാമോ അത് മാർക്കറ്റാണെന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സ് ഡിസൈഡ് ചെയ്യുന്നതുണ്ട്, ഒരു ആക്ടറെ കണ്ട് ശീലമുള്ളതുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. ഇപ്പം ഒരുപക്ഷെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോമഡി ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഹൈ സ്റ്റേക്സ് ആണ്. ഞാനതിൽ സക്സസ്ഫുൾ ആവണം എന്നുള്ളത് എനിക്കും ആവശ്യമാണ്, പ്രൊഡ്യൂസേഴ്സിനും ആവശ്യമാണ്. പക്ഷെ പ്രേക്ഷകരും തയ്യാറാവണം അത് ആക്സെപ്റ്റ് ചെയ്യാനും അതിനൊരു ചാൻസ് കൊടുക്കാനും. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എങ്ങനെ അറിയോ, ഓഡീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കൾച്ചറില്ല. അതുണ്ട്, പുതുമുഖങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഈവൻ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ഓസ്കർ വിന്നിങ് ആക്ടേഴ്സ് പോലും ചില റോൾസിന് അവർ വന്ന് ഓഡീഷൻ ചെയ്യും ആ ഡയറക്ടറിൻ്റെ കൂടെ. അത് ഫിറ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് കഴിവുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ പറയും എന്തെങ്കിലും കോമഡി പടം വല്ലതും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് ഞാൻ അപേക്ഷ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ തന്നെ കൊടുക്കും. കാര്യം അങ്ങനെ എനിക്ക് ഓഡീഷൻ ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. ഞാൻ ഇപ്പം പുറത്തുള്ള ഇംഗ്ലീഷ് പടങ്ങളാണെങ്കിൽ ഫ്രഞ്ച് സിനിമേൻ്റെ ഒക്കെ ഓഡീഷൻ വരുമ്പോൾ ഞാൻ ഇപ്പോഴും പോയി ടെസ്റ്റ് കൊടുക്കാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ലേ എനിക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. എനിക്ക് പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണമെങ്കിൽ ആരെങ്കിലും എൻ്റെ മേത്ത് അങ്ങനെ ഒരു വിശ്വാസം എടുത്ത് ഒരു റിസ്ക് എടുത്താലേ ചിലപ്പോൾ ഞാൻ മുഖടിച്ച് വീഴും, ചിലപ്പോൾ എനിക്ക് പറ്റാത്തതായിരിക്കും. പക്ഷെ അത് അറിയില്ല, അത് ചെയ്ത് നോക്കാതെ അറിയില്ല. അപ്പം ഒരു ആക്ടറിന് റേഞ്ച് കിട്ടണമെങ്കിൽ ചേച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതായത് അതൊരു വലിയ ഭാഗ്യമാണ്. ചേച്ചീനെ അത്രയും വിശ്വസിച്ച് എല്ലാ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എഴുതുമ്പം ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഉള്ളതിൽ എനിക്ക് ഡ്രാമയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് വെച്ചിട്ട് ഞാനൊരു സദ്യ ഉണ്ടാക്കും എന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് താങ്ക് ഗോഡ് ഓഡിഷൻ ചെയ്യാനും വർക്ക്ഷോപ്പിലും എനിക്ക് പറ്റത്തേയില്ല. കാരണം എനിക്കൊരിക്കലും എൻ്റെ ഡയറക്ടറുടെ മുമ്പിൽ സ്പോട്ടിൽ വന്ന് പറയുമ്പം ചെയ്യുന്നതൊന്നും എനിക്ക് ഒരു റൂമിനകത്തിരുന്നിട്ട് പറയാൻ ഞാൻ യൂസ്ഡ് അല്ല. വർക്ക്ഷോപ്പ് ഇപ്പോൾ പല സിനിമകളും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, ചേച്ചി നമുക്കൊരു വർക്ക്ഷോപ്പ് ചെയ്താൽ. ഞാൻ മകളിൽ മട്ടും മകളിൽ മട്ടും അല്ലല്ലോ, ഓ അന്തക്കാലം എന്നും പറഞ്ഞ് 4 സിനിമയിലെ 4 ക്യാരക്ടേഴ്സ് ഒരു സ്ഥലത്ത് ഒന്നിച്ചൊരു യാത്ര പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു പോപ്പുലർ ക്യാരക്ടർ മൈക്കിൾ മദന കാമരാജ ക്യാരക്ടർ. അപ്പോൾ രാധിക, സുഹാസിനി, ഞാൻ, കുഷ്ബുവാണ്. അപ്പോൾ രാധികയും സുഹാസിനിയും ഒരു കാലഘട്ടത്തിൻ്റെ നായികമാരാണ്, ഞാനും കുഷ്ബുവും ഒരു കാലഘട്ടത്തിൻ്റെ. ഏജ് വൈസ് ആയാലും എക്സ്പീരിയൻസ് വരും. അപ്പം 4 പേരും കൂടെ സിങ്ക് ചെയ്ത് വായിച്ചു, ഡയറക്ടർ വായിച്ചു, ഡയലോഗ് പറയാൻ പറഞ്ഞു, പറ്റുന്നേ ഇല്ല. അവിടെ പറഞ്ഞൊന്നുമല്ല ഞാൻ ചെയ്തത്, അവിടെ കാണിച്ചൊന്നുമല്ല, ഞാൻ വെറുതെ പറഞ്ഞു എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് അറിയാം, എന്നാലും പറഞ്ഞു ഉറച്ചു ഒന്ന് വരൂ, നമുക്ക് വെറുതെ ഒന്നും എന്തൊക്കെയാണെന്ന് അറിയാം, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറയാമല്ലോ. അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ സ്പോട്ടിലൊന്നുമല്ല ചെയ്തത്, എനിക്കത് യൂസ്ഡ് അല്ല. ഓഡിഷന് പോയാൽ മോശമാണെന്നുള്ള ചിന്തയൊന്നുമല്ല, അന്നൊന്നും അങ്ങനെയല്ല ചെയ്തത്. എൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നാൽ എല്ലാവരും അഭിനയിക്കുന്നവരാണ്, കഴിവുള്ളവരായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. പക്ഷെ ഇന്നിപ്പോൾ അത് നല്ല കാര്യമാണ്. ഇപ്പം അപർണ ബാലമുരളിയൊക്കെ അത്രയും പെട്ടെന്ന് തമിഴ് മധുര സ്ലാങ് ഒക്കെ പറഞ്ഞത് കണ്ടിന്യൂസ് ഈ വർക്ക്ഷോപ്സ് ആണ്. പക്ഷെ എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാനേ പറ്റില്ല, ഞാനിവിടെ ചെയ്യുന്നതല്ല, കോമ്പിനേഷൻ ഉള്ളവർ ഞാൻ ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ അവിടെ വേറെ വല്ലതും ചെയ്യും. അതെ അതെ മനസ്സിലായി. ഇപ്പോൾ കമൽ സാറ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് പറഞ്ഞത് ഞാൻ അന്തം വിടും എപ്പോഴും. കാരണം കമൽ സാറ് ഒരു സീൻ മൈക്കിൾ മദന കാമരാജിനെ എടുത്തപ്പോൾ ഒരു ലെങ്തി സീൻ അന്ന് ഫിലിമല്ലേ, ഒരു ഫുൾ ലോഡ് ഫിലിം മുഴുവൻ തീരുന്ന ഒരു സിംഗിൾ ഷോട്ട് എടുക്കണമെന്നും പറഞ്ഞ് ഫസ്റ്റ് ഡേ വന്നു, മേക്കപ്പ് ഇട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു, പോയി വിത്ത് ക്യാമറ ഇവിടെ വന്ന് നിൽക്കുന്നു, കഥവിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, പടി കയറുന്നു, മേളിൽ പോകുന്നു, സംസാരിക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് അയാളെ പിടിച്ച് തള്ളി മാറ്റണം, എന്നിട്ട് ഈ ക്യാരക്ടർ ഓടിപ്പോകുന്നതിനാണ് ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞു. സീൻ വായിച്ചു തന്നു, എല്ലാം പറഞ്ഞു, ഫുൾ റിഹേഴ്സൽ കഴിഞ്ഞു, ഓക്കെ പാക്കപ്പ് എന്ന് പറഞ്ഞു. ഐ വാസ് ഷോക്ക്ഡ്. വാട്ട് ഈസ് ദിസ് പാക്കപ്പ്? ഇപ്പം എന്തിനാ വന്നപ്പോൾ നമ്മൾ നാളെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ എടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. നെക്സ്റ്റ് ഡേ വന്നു, അപ്പോൾ കമൽ സാർ അത് കേട്ടു. നെക്സ്റ്റ് ഡേ രാവിലെ വന്നു, എല്ലാം കഴിഞ്ഞ് റെഡിയായി വന്ന് അങ്ങോട്ട് വന്നു. ടേക്ക് എന്ന് പറഞ്ഞു കമൽ സാർ.
ഞാൻ പറഞ്ഞു അല്ല നോക്കണ്ടേ ഒന്ന്, ഇന്നലെ നോക്കിയില്ലേ, എന്തുണ്ട് പ്രായം? ഞാൻ എൻ്റെ ഏജ് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ, പഠിക്കുന്ന കുട്ടിയുടെ പ്രായമല്ലേ ഉള്ളൂ, പെർഫോം ചെയ്യൂ. ഇന്നലെ പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ, മറന്നുപോയോ? ഞാൻ പെട്ടു. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു പരിധിക്കപ്പുറം ചെയ്തിരിക്കുന്നതൊക്കെ കയ്യിൽ നിന്നിട്ട് അവസാനം ചോദിക്കുന്നതിന് കയ്യിൽ നിന്നിട്ട് ഒരു കഥയൊക്കെ പറയാം. മാമ പലിശയിൽ കടിച്ചു കൊടുത്തു അതൊക്കെ പറയുന്നു, ഇപ്പുറത്തോട്ട് പോകണം പറഞ്ഞാൽ അപ്പുറത്തോട്ട് പോകുന്നു. ടേക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കമൽ സാറ് കള്ളത്തരം രാക്ഷസിയാണത് പെർഫോം ചെയ്തു. ഒരു ടേക്ക് കൂടെ ഞാൻ പറഞ്ഞു ഞാൻ പോകും. കാരണം പരസിനകത്തുള്ള വെപ്രാളം ഒരു ഫയറും വളരെ കലകിട്ട് എന്തോ ചെയ്ത് നമ്മൾ വന്നിട്ട് നമ്മൾ മറന്നുപോയില്ലേ. പക്ഷെ എവിടോ കിടന്ന ഓർമ്മയിൽ എന്തോ ചെയ്ത് ഒപ്പിച്ചു. അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അത് തന്നെ സിനിമയുള്ള സിംഗിൾ ടേക്ക്. ഡയറക്ടർ പറഞ്ഞു റീടേക്ക് ഇല്ല, കാരണം ഇതുപോലെ ഇനി വരാൻ സാധ്യതയില്ല. അവൾ സാർ പറഞ്ഞു ഞാൻ ചെയ്ത കൊള്ളാമോ അതൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉഗ്രനായിരുന്നു, എന്താ കൊള്ളാത്ത? അല്ലല്ല ഞാൻ പല സ്ഥലത്തും നീ ഇങ്ങനെ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരുന്നു, വായതൊന്നൊക്കെ വിളിച്ചു പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ അതൊക്കെ പിന്നെ മറ്റേതാ പറയുന്നത് അച്ചുവിൻ്റെ അമ്മേലെ കറി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഒപ്പിച്ച് വരുന്നതാണ്, ചിലതൊക്കെ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ അത് ചെയ്യുന്ന എനിക്ക് അതിലൊരു കാര്യം, കാരണം കോൺഫിഡൻസ് വരും. അതൊക്കെ ഉണ്ട്, നല്ല കുറേ ഗുണങ്ങളുണ്ട്. പക്ഷെ ഇതേപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ഇടുക എന്നുള്ള ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ബ്രേവാണ്. എനിക്കതൊക്കെ കാണുമ്പോൾ ചില ആക്ടേഴ്സ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ അങ്ങനെ അന്തം വിട്ടിരിക്കുന്നത് എങ്ങനെയാണ്. കാര്യം അതാണ് പഠിച്ചു വന്നത്, തുടക്കം മുതലേ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ആ പ്രിപ്പറേഷനോട് ഒരു എഫിനിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടാൽ ഇതുപോലെ ഈ തള്ളിക്കഴിഞ്ഞാൽ നീന്താൻ പഠിക്കുന്നുള്ള പോലെ ഒന്ന് ചെയ്താലും കൊള്ളാം എന്നൊക്കെ ഉണ്ട് എനിക്കും. എനിക്ക് അതേ യൂസ്ഡ് മനസ്സിലായി. ഇപ്പോഴും ഈ പൂവൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ 10-12 സിനിമയുള്ള അന്ന് വേണ്ടാന്ന് വെച്ചത്. അപ്പോഴും ഈ അന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എനിക്ക് നല്ല സിനിമ വരട്ടെ, എനിക്ക് വെയിറ്റ് ചെയ്യാം, എനിക്ക് എത്ര നാൾ ഇത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. അന്ന് ആ ഇൻസ്റ്റിങ്ക്റ്റ് എടുക്കാനുള്ള ഒരു കോള് ശരിക്കും എവിടുന്ന? എനിക്ക് തോന്നുന്നത് അത് അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥലത്ത് നിന്ന് എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടല്ല, അതൊരു ക്ലാരിറ്റി എനിക്ക് ഉണ്ടായിരുന്നത്. ഇതല്ലെങ്കിൽ അതായത് നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് ഡിഗ്നിറ്റി തോന്നുന്നത്, നമുക്ക് ഇതേപോലെ മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്പേസിൽ നിന്നാൽ മതി. അല്ലാതെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യാതെ എനിക്ക് വേറെ എവിടെ പോയാലും ഞാൻ സർവൈവ് ചെയ്യും, ഏത് ജോലി ചെയ്താലും ഞാൻ നല്ലോണം ചെയ്യും. ആ ഒരു വിശ്വാസം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ജീവിതത്തിൽ എനിക്ക് നല്ല 2 സിനിമയെ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലും ഞാൻ ഓക്കെ ആയിരിക്കും, ഞാൻ ഹാപ്പി ആയിരിക്കും. പക്ഷേ നമ്മുടെ ഐഡിയ ഓഫ് സക്സസ് മാറിയിട്ടുണ്ട് കാലങ്ങളായിട്ട്. എത്ര നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടോ, എത്ര നമ്മളെ ആൾക്കാരെ പ്രേസ് ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ച് സക്സസ് ഉള്ളൂ. ഞാനൊക്കെ എനിക്ക് ഒരു സിനിമയിൽ അഭിനയിച്ച ആ ഷോട്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ അത് എനിക്ക് സക്സസ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്നത് ഇറ്റ്സ് ഗ്രേറ്റ്, ഇറ്റ്സ് വണ്ടർഫുൾ, ഗുഡ് ന്യൂസ്. പക്ഷേ അതുകൊണ്ട് അതാണെന്ന് തോന്നുന്നു എനിക്കിപ്പോഴും വെയിറ്റ് ചെയ്യുന്നതിലും ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ലാത്തത്. നല്ലതാണെങ്കിൽ ചെയ്താൽ മതിയല്ലോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ എങ്ങനെയെങ്കിലും ഇപ്പൊ ഒരു ആക്ടറൊക്കെ ഹെൽപ്ലെസ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഈ ഒരു സിനിമ എത്രത്തോളം ഈ പറഞ്ഞ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരിക്കട്ടെ, പക്ഷെ ആ സിനിമ വർക്ക് ആയില്ല, കാണുന്നവർക്ക് അത്ര വർക്ക് ആയില്ല, അല്ലെങ്കിൽ തിയേറ്ററിക്കലി അത് വർക്ക് ആയില്ലെങ്കിൽ ഒരു ആക്ടർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? അല്ല ഞാനത് കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും മറന്നു പോകുന്നൊരു ഏരിയ എന്താ വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള ഒരു 7 വർഷം ഒരു സിനിമ അങ്ങനെ സൂപ്പർ ഹിറ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി കഴിയുമ്പം അടുത്ത സിനിമ എപ്പോൾ വരും, എന്ത് ബില്ല് എങ്ങനെ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും എന്താ വെച്ചാൽ ബാംഗ്ലൂർ ഡേയ്സ് കഴിയുമ്പോൾ എല്ലാം പിന്നെ അത് മറന്നു പോകും. ഞാനതൊരിക്കലും മറന്നിട്ടില്ല. ആദ്യത്തെ 7 വർഷം ഇപ്പോഴും എന്നെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അത് എപ്പോഴും മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് ആ സ്ട്രഗിളിങ്ങിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് നമ്മളെ പറ്റിയിട്ടൊക്കെ. സോ ഇപ്പോഴും ഒരു സിനിമയിൽ നിന്ന് വേറെ സിനിമ കിട്ടുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉള്ളപ്പം ഞാൻ ആക്ച്വലി ഗ്രേറ്റ്ഫുള്ളാണ്. കാര്യം അപ്പം എനിക്ക് എൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഐ സ്റ്റിൽ ഡു 1 ഫിലിം അറ്റ് എ ടൈം. എനിക്ക് പറ്റില്ല, എനിക്ക് തീരുമാനം എടുത്തതായിരുന്നു. പിന്നെ എനിക്കിപ്പം അടുത്തടുത്ത സിനിമകൾ കോവിഡ് കഴിഞ്ഞപ്പം പ്രൊഡ്യൂസേഴ്സിനുള്ള ആഗ്രഹമാണല്ലോ, അവർ പൈസ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഇപ്പം ഉള്ളൊഴുക്ക് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ വേറൊരു സിനിമ ചെയ്തു വന്നാൽ അത് ഭയങ്കര ക്ഷീണമുള്ളൊരു പരിപാടിയായിരുന്നു. കാര്യം ഞാൻ ചേച്ചി ചെയ്ത പോലെ ഒരു ദിവസം 2-3 ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കാൻ പറ്റില്ല. അതൊക്കെ എനിക്കൊരു ഓസ്കർ കിട്ടേണ്ടതാണ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഓടി നടന്ന് കുറേ സിനിമകൾ ചെയ്തു. ഇപ്പം
5-6 പടം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസും ഇല്ല. അതെ. അപ്പം ഇനിയിപ്പോൾ കുറേ സിനിമകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സീനിയോറിറ്റി ആൾക്കാർ തന്നു കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന പടങ്ങളെല്ലാം ചെയ്യുന്നു. ഇത് ഈ എണ്ണത്തിൽ തികയ്ക്കാൻ എന്തിനാണ് ഓടി നടക്കുന്നത് അതെ. ആൾക്കാരെ കൊണ്ട്. പിന്നെ നമുക്ക് തൃപ്തിയാവുന്ന ഒരു റോള് എവിടെയെങ്കിലും എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു റോള് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വരനെ ആവശ്യമുണ്ട് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ ഒഴിവാക്കാൻ നോക്കി. കാരണം ആ റോള് ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ പ്ലസ് പോയിന്റ് ആയാൽ മറ്റു ചിലരെ അത് ഹേർട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് എൻ്റെ പബ്ലിസിറ്റി ഇടരുത്, എൻ്റെ ഒരു പോസ്റ്റേഴ്സിൽ പോലും എന്നെ ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചില സിനിമകൾ നമ്മൾ വേണ്ടാന്ന് വെക്കും. കാരണം നമുക്ക് മനസ്സിലാവും അത് എന്തെങ്കിലും കാരണവശാൽ ഇതിപ്പം ഹൈലൈറ്റ് ആയാൽ ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരരുത് എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഓപ്ഷൻസ് കുറവാണ്. അപ്പോൾ ഒരു സിനിമ ഒരു 10 കഥ കേൾക്കുമ്പോൾ നമ്മൾ 1-2 ചൂസ് ചെയ്യും. ഇപ്പോൾ ജൂൺ 21 ഒരു വലിയ ദിവസമാണ്. ഇപ്പോൾ ഞങ്ങൾ കണ്ട ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജേണി ഉണ്ട്. അത് ഒരു വലിയ ഓഡിയൻസ് കാണാൻ പോവാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ്. തിയേറ്ററിൽ നല്ല വലിയൊരു വിജയം ആവട്ടെ. ഉള്ളൊഴുക്ക് സത്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഡീകോഡ് ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്. സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റ് തെന്നി വീണു തലയിടിച്ചു മരിച്ചു. ക്ലീൻ.